ഹരിയോം. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ കുഞ്ഞനാട് ശശിധരൻജി, ഉദ്ഘാടകൻ ശ്രീ എബ്രഹാം ടിച്ചറിയ സാർ, പ്രസിഡന്റ് പബ്ലിക് ലൈബ്രറി, സെക്രട്ടറി സാർ, പ്രകാശൻ എത്തിയിരിക്കുന്ന ഡോക്ടർ കെ.എൻ. രാഘവൻ സാർ IAS, പുസ്തകം ഏറ്റുവാങ്ങുന്ന പള്ളിക്കോണം രാജി സാർ, പുസ്തക പരിചയം സതീഷ് ചന്ദ്രൻ സാർ. ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഞാനൊന്നും പറയണ്ട, എല്ലാം പറഞ്ഞു. ഇന്ത്യ ചരിത്രം പറഞ്ഞു, കോട്ടയം ചരിത്രം പറഞ്ഞു, മുഞ്ഞനാട് ചരിത്രം പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനൊന്നും ഇല്ല. അത് മാത്രമല്ല, ചന്ദ്രികാദേവിയുടെ പല എഴുത്തുകളും ഇതിനു മുമ്പ് ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. വികാരങ്ങൾ മുറ്റി നിൽക്കുന്ന കഥകളും കവിതകളും ഒക്കെയാണ്. അമ്മയും മകളും എഴുത്തുകാരിയാണ്. ഇവർക്ക് വികാരങ്ങൾ മുറ്റി നിൽക്കുന്ന ഓരോ എഴുത്തുകളാണ്. ഈ ബുക്ക് തന്നെയാണെങ്കിലും വായിച്ച് നമ്മൾ ഒറ്റയടിക്ക് പൂർണ്ണമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കൊക്കെ നമ്മുടെ അമ്മ എന്നും വികാരങ്ങളാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ അമ്മയെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ? നമ്മുടെ പലരുടെയും അമ്മമാര് മരിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോഴും അല്ലെങ്കിലും നമ്മുടെ മരിച്ച അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒന്നാണ്, ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിച്ചിരുന്നോ? നമുക്ക് ഓരോരുത്തരും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഗതിയാണ്. ശരിക്കും നമുക്ക് സ്നേഹിക്കേണ്ട രീതിയിൽ സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ അമ്മയെ. അത് മരണം കഴിഞ്ഞ് ചിന്തിക്കാൻ സാധിക്കൂ. ഈ അമ്മയെ കുറിച്ച് ചന്ദ്രികാദേവി വളരെ സംഘത്തോടെയാണ് ഒരു പുസ്തകം എഴുതിയെങ്കിൽ ഒരു സംഘവും ഇല്ലാതെ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളത് കേട്ടിരിക്കണം. സമയം പോയെന്ന് എനിക്കറിയാം, എങ്കിലും ചെറിയ 1-2 കാര്യങ്ങൾ.